നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ആധുനിക യുദ്ധമുറകളിൽ സമുദ്രമേഖലയും ഇന്ന് കടുത്ത പോരാട്ടത്തിന് വേദിയായി മാറുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ണിൽപ്പെടാത്തതും മാരകമായ ആയുധങ്ങൾ വഹിക്കുന്നതും ദീർഘനേരം വെള്ളത്തിനടിയിൽ കഴിയാൻ ശേഷിയുള്ളതുമായ അന്തർവാഹിനികൾ കപ്പൽ പടകൾക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നവയിൽ ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളി അതിവേഗം വർദ്ധിക്കുകയാണ്. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ചൈന നിർമ്മിതമായ 8 അന്തർവാഹിനികളിൽ ആദ്യത്തേത് പാകിസ്ഥാൻ ഇതിനകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. കൂടാതെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ പക്കൽ നിലവിൽ 60-ലധികം അന്തർവാഹിനികളുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ വരും നാളുകളിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ആകാശ പോരാളികളായ ഹെലികോപ്റ്ററുകളുടെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാനാകില്ല. വലിയ യുദ്ധക്കപ്പലുകൾ പണിയുന്നതോടൊപ്പം തന്നെ അവയ്ക്ക് മുകളിൽ കാവലൊരുക്കാൻ മിടുക്കരായ ഹെലികോപ്റ്ററുകളെ കൂടി വിന്യസിച്ചാൽ മാത്രമേ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യക്ക് തങ്ങളുടെ അപ്രമാദിത്വവും സുരക്ഷയും പൂർണ്ണമായി നിലനിർത്താനാകൂ. ഒത്തൊരുമിച്ചുള്ള ഈ പ്രതിരോധ നീക്കങ്ങളാണ് രാജ്യത്തിന്റെ കാവൽക്കോട്ടയെ കൂടുതൽ ശക്തമാക്കുക. ഇന്തോ പസഫിക് സമുദ്രമേഖലയിൽ ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ അദൃശ്യമായ ഭീഷണി ഉയർത്തി നിലയുറപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷ ഇനി യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ആ കപ്പലുകളുടെ ഡെക്കിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഹെലികോപ്റ്ററുകളുടെ കരുത്തിൽ കൂടിയാകും സമുദ്ര മേധാവിത്വം നിർണ്ണയിക്കപ്പെടുക. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്റർ വ്യൂഹം വിപുലീകരിക്കുക എന്നത് അത്യന്താപേക്ഷിതമായ ഒരു സൈനിക ആവശ്യം തന്നെയാണ്. നാവികസേനയുടെ കപ്പൽ പടയിലെ യഥാർത്ഥ അന്തർവാഹിനി വേട്ടക്കാർ ഇത്തരം അത്യാധുനിക ഹെലികോപ്റ്ററുകളാണ്. ഡിപ്പിംഗ് സോണാറുകൾ, സോണോബോയികൾ, മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടറുകൾ, ഭാരം കുറഞ്ഞ ടോർപിഡോകൾ എന്നിവ ഘടിപ്പിച്ച ഈ ഹെലികോപ്റ്ററുകൾ വെള്ളത്തിനടിയിലെ ഭീഷണികൾ കണ്ടെത്താനും അവയെ പിന്തുടർന്ന് നശിപ്പിക്കാനുമുള്ള യുദ്ധക്കപ്പലുകളുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും. ആവശ്യത്തിന് ഹെലികോപ്റ്ററുകളുടെ പിന്തുണയില്ലെങ്കിൽ നാവികസേനയുടെ ഏറ്റവും മുൻനിര യുദ്ധക്കപ്പലുകൾക്ക് പോലും തങ്ങളുടെ സ്വന്തം നിരീക്ഷണ പരിധിക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ശത്രു അന്തർവാഹിനികളെ പ്രതിരോധിക്കുക അസാധ്യമാകും. അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത 24 പ്രത്യേക യുദ്ധ ഹെലികോപ്റ്ററുകളിൽ 21 എണ്ണം ഇന്ത്യൻ നാവികസേന ഇതിനകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ഈ ഹെലികോപ്റ്ററുകളുടെ വരവ് നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പടിഞ്ഞാറ് അറബിക്കടലിന്റെ അതിരുകൾ മുതൽ കിഴക്ക് മലാക്ക കടലെടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സമുദ്രമേഖലയുടെ കാവൽ ചുമതലയുള്ള ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണം ഇപ്പോഴും പൂർണ്ണമായി പര്യാപ്തമല്ല. ഇന്ത്യയുടെ നാവിക നവീകരണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മുന്നേറുന്നുണ്ടെങ്കിലും കപ്പൽ പടയുടെ വിപുലീകരണത്തിനനുസൃതമായി ഹെലികോപ്റ്ററുകൾ ലഭ്യമാകാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു കുറവാണ്. മുൻനിരയിലുള്ള എല്ലാ യുദ്ധക്കപ്പലുകൾക്കുമൊപ്പം വിന്യസിക്കാൻ ആവശ്യമായ വ്യോമാക്രമണ പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിനായി നാവികസേന തങ്ങളുടെ വിവിധ ഉദ്ദേശ ഹെലികോപ്റ്ററുകളും ചെറു ഹെലികോപ്റ്ററുകളും വാങ്ങുന്നതിനുള്ള പദ്ധതികൾ അടിയന്തരമായി വേഗത്തിലാക്കേണ്ടതുണ്ട്. സമീപ വർഷങ്ങളിൽ വെള്ളത്തിനടിയിലെ യുദ്ധമുറകളുടെ പ്രാധാന്യം ലോകമെമ്പാടും വർദ്ധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആധുനിക അന്തർവാഹിനികൾക്ക് തങ്ങളുടെ സാന്നിധ്യം ഒട്ടും തന്നെ വെളിപ്പെടുത്താതെ കടൽ വഴിയുള്ള ആശയവിനിമയ ശൃംഖലകളെ തടസ്സപ്പെടുത്താനും അന്തർവാഹിനി കപ്പലുകളുടെ വ്യൂഹങ്ങൾക്ക് ഭീഷണി ഉയർത്താനും സാധിക്കും. ശത്രുക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാൻ ശേഷിയുള്ളവയാണിവ. വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അന്തർവാഹിനികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ ഇതിന് തെളിവാണ്. വെള്ളത്തിനടിയിൽ നിന്നുള്ള ഭീഷണികൾക്ക് എത്ര വേഗത്തിലാണ് സമുദ്ര സുരക്ഷാ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ കഴിയുക എന്ന യാഥാർത്ഥ്യത്തിന് ഈ നീക്കങ്ങൾ അടിവരയിടുന്നു. ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളിൽ ശത്രുക്കളുടെ നിരീക്ഷണം ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധവും ശക്തമാക്കണം. അക്സെപ്റ്റൻസി ഓഫ് നെസസിറ്റി പ്രക്രിയയിലൂടെ കൂടുതൽ P-81 ദീർഘദൂര സമുദ്ര നിരീക്ഷണ അന്തർവാഹിനി വിരുദ്ധ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ വിമാനങ്ങൾ സേനയുടെ ഭാഗമായി സജ്ജമാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. എന്നാൽ കപ്പലുകൾ കേന്ദ്രീകരിച്ച് നിരന്തരമായ അന്തർവാഹിനി വിരുദ്ധ പ്രതിരോധം ഉറപ്പാക്കാൻ നാവിക ഹെലികോപ്റ്ററുകൾക്ക് ഉടനടി സാധിക്കുമെന്നതിനാൽ നിലവിലെ ശേഷിക്കുറവ് പരിഹരിക്കാൻ ഇവയ്ക്ക് കൂടുതൽ കരുത്തുണ്ട്. ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിലൂടെയും തദ്ദേശീയമായ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഈ വ്യോമവാഹനങ്ങളെ കപ്പൽപ്പടയിലുടനീളം സമന്വയിപ്പിക്കുന്നതിലൂടെയും ഇന്ത്യക്ക് തങ്ങളുടെ ഏറ്റവും നിർണായകമായ ഒരു പ്രതിരോധ വിടവ് നികത്താൻ സാധിക്കും. സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലൂടെ മാത്രമേ ദീർഘകാല സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയൂ.